അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാല്, ഒരുപാട് താത്താര് അല്ലെങ്കിൽ ഒരു ഉമ്മമാര് ഒക്കെ വിളിച്ച് നമ്മളോട് പറയുന്ന ഒരു വിഷയമാണ്. അപ്പൊ നിങ്ങളാരാ? ഞാൻ ഈ ഒരു ആത്മീയ ചികിത്സാ രംഗത്തുള്ള ഒരു എളിയ ഒരു വിനീതനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളോട് ഓരോരുത്തർ ചില വിഷയങ്ങൾ വിളിച്ച് പറയുന്നതിൽ അധികം സ്ത്രീകളിലൂടെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞൊരു സംഭവമാണ്. എന്താണ്, ഭർത്താവ് വീട്ടിൽ തീരെ എന്താ പറയാ, നമ്മളെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളാവട്ടെ, അല്ലെങ്കിൽ സാമ്പത്തികമാവട്ടെ, അല്ലെങ്കിൽ ശാരീരികമാവട്ടെ, ഇതിലൊന്നും ശ്രദ്ധ തീരെ ചെലുത്തുന്നില്ല എന്നുള്ളൊരു സംഭവം നമ്മളോടുമായി പറയാറുണ്ട്. അതായത് എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കണ ഒരുപാട് പെങ്ങന്മാര്, അല്ലെങ്കിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നതിൽ ഒരുപാട് ഇക്കാക്കമാരുണ്ടെങ്കിൽ അവരോടൊക്കെ പറയാനുള്ളത്, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ആ ഒരു സ്ത്രീന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ഉപ്പാന്റെ കീഴില്, അല്ലെങ്കിൽ ഒരു ഉപ്പാന്റെ കൂടെ ഉണ്ടായിരുന്ന, അങ്ങനല്ലേ, ഉപ്പാന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഒരു പെണ്ണ്, അവള് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഉത്തരവാദിത്യങ്ങൾ പൂർണ്ണമായിട്ടും ഒരു ഭർത്താവിലേക്കല്ലേ ഉണ്ടാവേണ്ടത്. അങ്ങനെയാണ് അതിന്റെ രീതി, അങ്ങനെയാണ്. അപ്പോൾ അവരത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാവട്ടെ, അല്ലെങ്കിൽ വസ്ത്രമാവട്ടെ, അവർക്ക് ഇഷ്ടമുള്ള നല്ല വിനോദങ്ങളാവട്ടെ, ഹലാലായ രൂപത്തിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉത്തരവാദിത്വമുള്ളതും അത് ഭർത്താവിനാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിഷയങ്ങളിൽ നമ്മൾ അതിലേക്ക് ശ്രദ്ധ തിരിച്ചില്ല എങ്കിൽ അവർ മാനസികമായിട്ട് വളരെ പ്രയാസപ്പെടും. അങ്ങനെ തന്നെയല്ലേ അതിൻ്റെ രീതി. അതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് പലരും പറഞ്ഞ വിഷയമാണ്, ഉസ്താദേ, എന്താ പറയാ, തീരെ വീട്ടിൽ ഭക്ഷണങ്ങൾ കൊണ്ടുവരുന്നില്ല, അതിന് ഉണ്ടാക്കാറുള്ള ഒന്നും കൊണ്ടുവന്ന് തരുന്നില്ല, വീട്ടിൽ പട്ടിണിയാവുന്ന ഒരവസ്ഥയാണ്. പിന്നെ എന്താ പറയാ, ക്യാഷ് ആണെങ്കിൽ തീരെ കയ്യിൽ തരുന്നില്ല നമുക്ക്. അവർ കൊണ്ടുവന്ന് തരുന്നില്ലെങ്കിൽ നമ്മൾ അതിൽ കാശ് തന്നാൽ ഞങ്ങൾ പോയി വാങ്ങിച്ചോളാം, അതിനും കാശ് തരണില്ല. പിന്നെ അപ്പൊ കുട്ടികളെ പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് അവർ ഫീസ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട പഠന, അതായത് ബുക്ക്, പേന, കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ഒരു ബസ് കാശ്, ഇതിനൊന്നും കാശൊന്നും തരാതെ അങ്ങേയറ്റം ഒട്ട് മക്കളെയും ഞങ്ങളെയും പ്രയാസപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് വിളിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ പറയണവരോട് ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെയെന്ന്. അങ്ങനെ പറയുമ്പോൾ അവർ പറയണെന്ന് വെച്ചാല്, ജോലിക്കും ഞങ്ങളെ പറഞ്ഞു വിടണില്ല. അപ്പൊ ഇങ്ങനെ അവർ നോക്കൂല്ല, നമ്മളെ തിന്നൂല്ല, തീറ്റിക്കൂല്ല എന്നൊക്കെ പറയണ പോലെ അവർ സംരക്ഷിക്കണമില്ല. എന്നാൽ അവര് സ്വയം എന്തെങ്കിലും ഒരു ജോലി നേടിയിട്ട്, അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ട് അവരൊരു വരുമാനം ഉണ്ടാക്കട്ടെ എന്ന് വിചാരിക്കുമ്പോൾ അതിനും സമ്മതിക്കാതെ അടിമകളെപ്പോലെ തന്നെ പറയണം, ഇട്ടിട്ട് അവരെ പ്രയാസപ്പെടുത്തുന്ന, എന്താ പറയാ, നമ്മൾ ചുറ്റിയ ഒരു കയറിനകത്താക്കിയ പോലെ, അല്ലെങ്കിൽ നമ്മൾ വലയം വെച്ച ഒരു നിയമാവലികൾക്കുള്ളിലിട്ടതുപോലെ അവരെ പുറത്തേക്ക് അയക്കാതെ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് കൊണ്ടുവന്ന് കൊടുക്കാതെ ഈ രൂപത്തിൽ പ്രയാസപ്പെടുത്തുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവര് എന്ത് ചെയ്യണം, ഒന്ന് പൂർണ്ണമായിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞ സ്ത്രീകളിൽ ഒരാൾ